ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാം കേസിലും തന്ത്രി അറസ്റ്റിൽ. കട്ടിളപ്പാളിക്ക് പിന്നാലെ ദ്വാരപാലക പാളി കേസിലും അറസ്റ്റ്. SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജയിലിലെത്തി. നാളെ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ KP ശങ്കരദാസ് റിമാൻഡിൽ. ചികിത്സയിൽ കഴിയുന്നതിനാൽ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത് ആശുപത്രിയിൽ വച്ച്. ആരോഗ്യനില മോശമായതിനാൽ ആശുപത്രിയിൽ തന്നെ റിമാൻഡിൽ തുടരും. ശബരിമല ADNA തട്ടിപ്പിൽ കേസെടുത്തു വിജിലൻസ്. നടപടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. SP മഹേഷ് കുമാറിന് അന്വേഷണ ചുമതല. 13,67,000 രൂപ തട്ടിയതായി നിഗമനം. കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. VD സതീശന്റെ വിസ്മയം പരാമർശത്തെ തള്ളിപ്പറഞ്ഞ് UDF കൺവീനർ. മുന്നണി ഒരു വിസ്മയവും അവകാശപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹത്തോട് പോയി ചോദിക്കണമെന്നും അടൂർ പ്രകാശ്. ജനങ്ങളുടെ പിന്തുണയാണ് വിസ്മയമെന്ന് സണ്ണി ജോസഫ്. സതീശന്റെ വിസ്മയം ജോസ് കെ മാണിയുടെ പ്രസ്താവനയോടെ ചീറ്റിപ്പോയെന്ന് CPIM. മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ കേരള കോൺഗ്രസ് എം നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നാളെ. ഇടതുമുന്നണിക്കൊപ്പമെന്ന നിലപാടിൽ വിശദ ചർച്ചയ്ക്ക് സാധ്യത. അന്തിമ തീരുമാനം ജോസ് കെ മാണിക്ക് വിട്ട നേതൃത്വം. ചർച്ച നടത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരിയുമായി നാസയുടെ ക്രൂ 11 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തത് കാലിഫോർണിയൻ തീരത്ത്. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കുന്നത് ചരിത്രത്തിലാദ്യം. ED-യുമായുള്ള നേർക്കുനേർ പോരിൽ മമതാ സർക്കാരിന് തിരിച്ചടി. ED ഉദ്യോഗസ്ഥർക്കെതിരായ FIR-ലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ബംഗാൾ സർക്കാരിന് നിർദ്ദേശം. IPAC ഓഫീസ് പരിസരത്തെ CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ ഡിവൈസുകളും സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതി. സെൻസർ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വിജയ് ചിത്രം ജനനായകന് സുപ്രീം കോടതിയിലും തിരിച്ചടി. സ്റ്റേ നീക്കണമെന്ന നിർമ്മാതാക്കളുടെ ഹർജി തള്ളി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ നിർദ്ദേശം. റിലീസ് വൈകിയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് KVN പ്രൊഡക്ഷൻസ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയിൽ ഇറാനിലെ മലയാളി വിദ്യാർത്ഥികൾ ആശങ്കയിൽ. വിദ്യാർത്ഥികളുമായി ആശയവിനിമയം സാധിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം. എന്നുള്ള നിർദ്ദേശമുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയും പറഞ്ഞിട്ടുണ്ട് കാരണം നാട്ടിലേക്ക് പോകാമെന്നുള്ള. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ നെറ്റ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താണ്ട് അയച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. വാറുണ്ടാകുന്നു, മറ്റവിടുത്തെ പ്രക്ഷോഭം എല്ലാം കൂടെ ആയിട്ട് കുട്ടികൾ ഭയങ്കര പരിഭ്രാന്തരായിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ പാരൻസ് ആണെങ്കിൽ അതിലും അതേ ടെൻഷനിലാണ് ഇവിടെ ഉള്ളത്. ഇറാൻ വ്യോമപാത അടച്ചതോടെ കടുത്ത പ്രതിസന്ധി. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ വഴിതിരിച്ചുവിടുന്നു. ഇറാനെതിരായ US സൈനിക നടപടി ഉടനെന്ന് സൂചന. സൈനിക ഉപദേശകരുമായി ചർച്ച നടത്തി ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി തിരിച്ചടിക്കുമെന്ന് അയൽ രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. സൈനിക നടപടിയിൽ നിന്ന് US-നെ പിന്തിരിപ്പിക്കാൻ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് ഇറാൻ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലായ PP ദിവ്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് പുറത്ത്. ഒഴിവാക്കിയത് CPIM നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന്. പുതിയ ചില പരാതികളും പാർട്ടിക്ക് ലഭിച്ചതായി സൂചന. ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയത് ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന് PK ശ്രീമതി. കണ്ണൂരിൽ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ CPIM നേതാവിന് വീണ്ടും പരോൾ സഹായം. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ VK നിഷാദിന്റെ പരോൾ നീട്ടിക്കൊടുത്തത് 15 ദിവസത്തേക്ക്. ഇളവ് സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ. പരോൾ ലഭിച്ചത് ശിക്ഷിച്ച് 1 മാസത്തിനുള്ളിൽ. സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. നേതാക്കൾ സമുദായ വിശുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ
സമുദായ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ഭരണകൂടം നിശബ്ദരാകരുതെന്ന് കാന്തപുരം. ചിലർ ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കാൻ ശ്രമിക്കുന്നു. നിസ്സംഗ നിലപാട് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ചേർന്നതല്ലെന്നും SSF മുഖമാസികയിൽ ലേഖനം. കടലാസുകൾ തരുന്നുണ്ട്, ഞാൻ തന്നെ കൊടുത്ത ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നുണ്ട്, അതുകൂടാതെ എൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളത്തെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന ഒരു MP-യുടെ അവസ്ഥ. SIR ഹിയറിംഗ് രേഖകൾ സമർപ്പിക്കുന്നതിലെ ആശയക്കുഴപ്പത്തിൽ BLOയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി ജോൺ ബ്രിട്ടാസ് MP. 5 പതിറ്റാണ്ട് വോട്ട് ചെയ്ത MP-ക്ക് മാതാപിതാക്കളുടെ രേഖകൾ ഹാജരാക്കേണ്ട അവസ്ഥയെന്ന് ബ്രിട്ടാസ്. MP-യുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്ന് ചോദ്യം. പ്രതിഷേധ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് ജോൺ ബ്രിട്ടാസ്. നിലപാട്, വർഗവഞ്ചനയുടെ ഭാഗമായ നിലപാട്, അധികാരത്തിന്റെ അപ്പകഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ വേറെ ഒന്നുമായിരുന്നില്ല എന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയിട്ടുള്ള ഈ ആയിഷ പോറ്റിയെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലായി. ഐഷ പോറ്റി പാർട്ടി വിട്ടതിൽ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി. ഐഷ പോറ്റിക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടിയുള്ള അസുഖം. പരാമർശം അനാരോഗ്യം പറഞ്ഞ് പാർട്ടി കമ്മിറ്റിയിൽ എത്താത്തത് ചൂണ്ടിക്കാണിച്ച് വിസ്മയം തീർക്കാൻ VD സതീശൻ പ്രായമുള്ളവരെ തേടിയിറങ്ങിയിരിക്കുന്നുവെന്ന് പരിഹാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ള CPIM-ന്റെ ഗൃഹസന്ദർശനത്തിനു തുടക്കം. MA ബേബിയുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയിറങ്ങി നേതാക്കളും പ്രവർത്തകരും. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വോട്ടർമാരോട് പറഞ്ഞും ജനങ്ങളെ കേട്ടും നേതാക്കൾ. പാലക്കാട് മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കാൻ കോൺഗ്രസിൽ ആലോചന. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി വന്നാലും സ്വീകരിക്കുമെന്ന് DCC. വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്നും A തങ്കപ്പൻ ന്യൂസ് മലയാളത്തോട്. കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടുമെന്ന് CR മഹേഷ് MLA. മൂന്നാം ബലാത്സംഗ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും റിമാൻഡിൽ. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു പിന്നാലെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന പരാതി സ്പീക്കർക്ക് മുന്നിൽ. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരട് അനീഷ് പിടിയിൽ. കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ വലയിലായത് ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെ തേടിപ്പോയപ്പോൾ. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിൽ. പിരിവാരംഭിച്ച കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ അണപൊട്ടി പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. ട്രോളിൽ നിന്ന് പ്രദേശവാസികളെ ഒഴിവാക്കണമെന്നും റോഡ് നിർമ്മാണം പൂർത്തിയാകാതെ പിരിവ് പാടില്ലെന്നും ആവശ്യം. ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടെന്ന് കോൺഗ്രസ്. കൗമാര കലാമാമാങ്കത്തിന്റെ 2ാം ദിനത്തിൽ ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ. ഹൈസ്കൂൾ നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അരങ്ങിൽ. പോയിന്റ് പട്ടികയിൽ കണ്ണൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം. ഹൂക്കി കലോത്സവ വൈബിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും. ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ പിഴവ് സമ്മതിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രി. വിദഗ്ധാന്വേഷണത്തിന് ഹാജരാകാൻ കുടുംബത്തിനയച്ച കത്തിൽ കുറ്റസമ്മതം. നീതി കിട്ടണമെന്നും ഭയമുണ്ടെന്നും കുട്ടിയുടെ അമ്മ പ്രസീത. ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കറിയില്ല റിപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്കറിയില്ലല്ലോ. കുട്ടീൻ്റെ കൈ പോയതുപോലെ അവൻ്റെ അനാസ്ഥ കൊണ്ടല്ലാന്ന് പോലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇപ്പം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടണം തന്നെയാണ് പറയുന്നത്. എൻ്റെ മകൾക്ക് എന്തായാലും നീതി കിട്ടണം എന്തായാലും. കൊല്ലം സായി ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയ നിലയിൽ. മരിച്ചത് +2 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. മരണകാരണം വ്യക്തമല്ല. അന്വേഷണം ആരംഭിച്ചു പോലീസ്.
കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച വിദ്യാർത്ഥിയുടെ അവയവങ്ങൾ ദാനം ചെയ്ത് മാതൃകയായി കുടുംബം. +2 വിദ്യാർത്ഥി അയോന മോൺസന്റെ വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ലിവർ, കോർണിയ അടക്കമുള്ള അവയവങ്ങൾ കണ്ണൂർ, കോഴിക്കോട് സ്വദേശികൾക്ക് ദാനം ചെയ്യും. നിവിൻ പോളിയെ വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചുമത്തിയത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ. കോടതിയിൽ വ്യാജരേഖകൾ സമർപ്പിച്ചതിനും ഷംനാസിനെതിരെ കേസ്. കോൺഗ്രസിന് ഇരട്ടപ്രഹരമായി ബീഹാർ MLA-മാരുടെ കൂറുമാറ്റ ഭീഷണി. ആകെയുള്ള 6 MLA-മാരും NDA-യിലേക്കെന്ന് സൂചന. AICC-യുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ കടുംപിടുത്തം. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ഔദ്യോഗിക കത്തുകളിൽ വിശ്വസ്തയോടെ എന്നതിനു പകരം ഇനി വന്ദേമാതരം. ദേശീയത ഉയർത്തിപ്പിടിക്കുക ലക്ഷ്യമെന്ന് വിശദീകരണം. വന്ദേമാതരം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ആനന്ദബോസ്. ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലൻഡ് ഏറ്റെടുക്കൽ പദ്ധതിക്കെതിരെ കടുപ്പിച്ച് ഡെൻമാർക്ക്. അമേരിക്കയുമായി അടിസ്ഥാനപരമായ അഭിപ്രായ ഭിന്നതയെന്ന് ഡെൻമാർക്ക് വിദേശകാര്യമന്ത്രി. ദേശീയ സുരക്ഷയുടെ പ്രശ്നമെന്ന് ട്രംപ്. നിലപാട് വ്യക്തമാക്കിയത് വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയ്ക്കു പിന്നാലെ. ഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണവുമായി കനേഡിയൻ പോലീസ്. കുപ്രസിദ്ധ ഭീകരവാദ സംഘടന ലോറസ് ബിഷ്ണോയ് ഗ്യാങ് കാനഡയിൽ പ്രവർത്തിച്ചത് ഇന്ത്യയ്ക്കു വേണ്ടി. നേതാക്കൾക്ക് സർക്കാർ പിന്തുണ ലഭിച്ചെന്നും റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് റിപ്പോർട്ട്. പാക് യുദ്ധവിമാനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചെന്ന അവകാശവാദവുമായി പാക് പ്രധാനമന്ത്രി. ഇന്ത്യയുമായുള്ള സംഘർഷത്തിനു ശേഷം നിരവധി രാജ്യങ്ങൾ പാകിസ്ഥാനെ സമീപിച്ചെന്ന് ഷഹബാസ് ഷരീഫ്. ചർച്ചകൾ തുടരുകയാണെന്നും അവകാശവാദം. തായ്ലൻഡിൽ വീണ്ടും ക്രെയിൻ തകർന്നു വീണ അപകടം. 2 പേർക്ക് ദാരുണാന്ത്യം, 5 പേർക്ക് പരിക്ക്. അപകടം എക്സ്പ്രസ് വേ നിർമ്മാണത്തിനിടെ. കൊച്ചിയിൽ ആൾക്കാർ വരണം, 70,000 80,000 ആൾക്കാർ വരാമെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലോ. അത് വലിയൊരു എന്താ പറയുക, അത്രയധികം ഫുട്ബോൾ പ്രേമികളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. ഇൻഷാ അല്ലാഹ് അതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കാമോ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യൻ ടീം ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന കാലം വിദൂരമല്ലെന്ന് IM വിജയൻ. ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം കേരളത്തിൽ ജനിച്ചത്. തന്റെ വിജയം ഭൂതകാലത്തെ വിസ്മരിക്കാതെ ജീവിക്കുന്നത് കൊണ്ടെന്നും IM വിജയൻ ഹലോ മലയാളത്തിൽ. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ മഴ കളിക്കുന്നു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ഉദ്ഘാടന മത്സരം ഉപേക്ഷിച്ചു. സിംബാബ്വെ സ്കോട്ട്ലൻഡ് മത്സരവും മഴ മുടക്കി. ലോകകപ്പിൽ ആദ്യ ജയം വെസ്റ്റ് ഇൻഡീസിന്. ലോകകപ്പിന് പുറപ്പെടും മുൻപ് സ്വന്തം നാട്ടിൽ സഞ്ജു സാംസണിന് ആവേശോജ്വല സ്വീകരണം. വളർന്നത് വിഴിഞ്ഞത്തുകാരുടെ പിന്തുണയിലെന്ന് സഞ്ജു. ആ സമയത്ത് മോനെ നിന്നെ കൊണ്ട് പറ്റൂടാ, നീ ഒരു ദിവസം ഇന്ത്യ കളിക്കും എന്നുള്ളൊരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നത്. എടുത്തു പറയണ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഈ വലിയ ബാഗും കൊണ്ട് നടന്നു പോകുമ്പോൾ നീ കയറിക്കൂടെ, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ കുറേ ചേട്ടന്മാരെ ഞാൻ ഓർക്കുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കൂടുതൽ കായിക താരങ്ങൾ ഉയർന്നു വരുമെന്നും സഞ്ജു സാംസൺ.